നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും BJP കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു. പുതിയ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ പദവിയേറ്റതിന് അല്ലെങ്കിൽ ചുമതലയേറ്റതിന് തൊട്ടുപിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പുകളാണവ. കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ രാജീവ് ചന്ദ്രശേഖറിനും സംഘത്തിനും സാധിക്കുമോ എന്ന കേന്ദ്ര നേതൃത്വം ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പുകൾ. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചരിത്ര വിജയം നേടിയെന്ന് തന്നെ പറയാം. പാർട്ടി ലക്ഷ്യമിട്ട ഈ ഒരു വോട്ടിംഗ് ശതമാനമൊന്നും എത്തിയില്ല എങ്കിലും പാർട്ടിക്ക് ഒട്ടനവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരത്തിലെത്താൻ സാധിച്ചു. ഒട്ടനവധി പഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളിലും ഒരു കോർപ്പറേഷനിലും അധികാരത്തിലെത്താൻ സാധിച്ചു എന്നതായിരുന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP ഒരു കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ കഴിഞ്ഞത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി. മറ്റൊന്നും പരിഗണിച്ചില്ലെങ്കിലും തലസ്ഥാന നഗരം അല്ലെങ്കിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരത്തെ കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ കഴിഞ്ഞത് BJPക്ക് വലിയ നേട്ടമായി മാറി. കേന്ദ്ര നേതൃത്വം BJP സംസ്ഥാന നേതൃത്വത്തിന്മേൽ വലിയ സംതൃപ്തി രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തിരുവനന്തപുരത്ത് എത്തിയാണ് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട VV രാജേഷിനെ തോളിൽ തട്ടി അഭിനന്ദിച്ചത്. ആ അഭിനന്ദനം BJP സംസ്ഥാന ഘടകത്തിനും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനും കൂടിയുള്ളതായിരുന്നു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ല് കേരളത്തിൽ BJP പിന്നിട്ടിരിക്കുന്നു. ഇത് BJP കേരളത്തിൽ മാത്രമല്ല വാർത്തയാക്കിയത്. ദേശീയ തലത്തിൽ തിരുവനന്തപുരം നഗരസഭ BJP പിടിച്ചത് വലിയ വാർത്തയായി മാറിയിരുന്നു. BJP വൃത്തങ്ങളിൽ മാത്രമല്ല, കോൺഗ്രസിലും ഇടതുപാളയങ്ങളിലുമെല്ലാം ഇതൊരു വലിയ വാർത്തയായി മാറി. കേരളത്തിലും ഒരു കോർപ്പറേഷൻ പിടിക്കാൻ BJPക്ക് സാധിച്ചിരിക്കുന്നു, അതും തലസ്ഥാന ഭരണം. മേയർ VV രാജേഷിന് ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമാണ് അഭിനന്ദന പ്രവാഹം എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമെല്ലാം വലിയ സന്തുഷ്ടി രേഖപ്പെടുത്തി. സമാനമായ സാഹചര്യം തന്നെയായിരുന്നു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും. പാർട്ടിയുടെ ഈ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായി, പക്ഷേ സീറ്റ് നില ഉയർന്നു. പാർട്ടി ഏതാണ്ട് 10 മുതൽ 14 സീറ്റുകൾ വരെയൊക്കെയാണ് പ്രതീക്ഷിച്ചതെങ്കിലും 3 സീറ്റുകളിൽ ഒതുങ്ങി വിജയം. പക്ഷേ എങ്കിൽ പോലും പാർട്ടി നേടിയത് ചരിത്ര വിജയമായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 3 MLA-മാർ BJPക്ക് വേണ്ടി കേരളത്തിൽ വിജയിക്കുന്നത്. 2016 BJPയുടെ ഒരു MLA നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച് അക്കൗണ്ട് തുറന്നത്. നിയമമണ്ഡലത്തിൽ നിന്നും O രാജഗോപാൽ മാത്രമായിരുന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി വിജയിച്ചത്. എന്നാൽ 2021 ആ അക്കൗണ്ടും BJP പൂട്ടിക്കെട്ടി. നിയമമണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന കുമ്മനം രാജശേഖരൻ പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP സംപൂജ്യരായി മാറി. എന്നാൽ 2026 കഥ മാറുകയാണ് ചെയ്തത്. 3 MLA-മാരാണ് BJP ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചു വന്നത്. നേമത്തു നിന്നും രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന അധ്യക്ഷൻ തന്നെയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്നു. ചാത്തന്നൂരിൽ BB ഗോപകുമാർ അപ്രതീക്ഷിത വിജയം നേടി. കഴക്കൂട്ടത്ത് പാർട്ടിയുടെ മുതിർന്ന നേതാവും അതുപോലെ തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന V മുരളീധരൻ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയും അവസാനം വിജയം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇങ്ങനെ 3 MLA-മാരുമായിട്ടാണ് BJP ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൺക്ലൂഡ് ചെയ്തത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഫലത്തിലും വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടെങ്കിലും മറ്റ് പലയിടങ്ങളിലും വലിയ തിരിച്ചടികൾ നേരിട്ടെങ്കിലും 3 MLA-മാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ദേശീയ നേതൃത്വത്തിന് വലിയ സന്തോഷം നൽകി. അവർ സംസ്ഥാന നേതൃത്വത്തെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. പക്ഷെ ഇപ്പോഴും ദേശീയ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തോട് ആ സമീപനമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം പാർട്ടിയുടെ പോക്കിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് സംസ്ഥാനത്തെ ചില നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതായത് പാർട്ടി രാഷ്ട്രീയം പറയുന്നില്ല, പഴയ പാർട്ടിയല്ല, നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത പാർട്ടിയല്ല, 3 MLA-മാരുള്ള പാർട്ടിയാണ്, ഒരു MP ഉള്ള പാർട്ടിയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇത്തരത്തിൽ ചരിത്ര വിജയം നേടിയ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നേടിയത് ചരിത്ര വിജയമായിരുന്നു. ആദ്യമായിട്ടാണ് ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്നും ഒരു BJP MP തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ഇങ്ങനെ MPയും MLA-മാരും മേയറും ഒക്കെയുള്ള ഒരു പാർട്ടി രാഷ്ട്രീയം പറയാതെ വികസനം മാത്രം പറഞ്ഞ് ഒതുങ്ങി നിന്നുകൂടാ. വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിൽ മാത്രം കേരളത്തിൽ BJPയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഭരണപക്ഷത്തെയും ഔദ്യോഗിക പ്രതിപക്ഷത്തെയും ശക്തമായി രാഷ്ട്രീയ ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ചേ മതിയാകൂ.
ഇങ്ങനെയുള്ള ഒരു ആശയം, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിനാകട്ടെ അങ്ങനെ ഒരു രാഷ്ട്രീയം പറയാൻ സാധിക്കുന്നുമില്ല. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് മൂർച്ചയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ പരിമിതികളുണ്ട്. അദ്ദേഹത്തിന് ഭാഷാപരമായ പരിമിതികളുണ്ട്. അദ്ദേഹം ആദ്യമായിട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിമിതികൾ മറികടക്കാനായി BJP ഒരു പരിഹാര മാർഗം കണ്ടെത്തിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാരായ K. സുരേന്ദ്രനെയും V. മുരളീധരനെയും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടതും വലതുമായി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് BJP കേന്ദ്ര നേതൃത്വം. ശക്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഈ മൂവർ സംഘം കൂടിയാലോചനയിലൂടെ രൂപപ്പെടുത്തി അത് പൊതുജനങ്ങളെ അറിയിക്കും. പൊതുജനങ്ങളെ അറിയിക്കുന്നത് പക്ഷേ V. മുരളീധരനും അതുപോലെ തന്നെ K. സുരേന്ദ്രനുമായിരിക്കും. രാജീവ് ചന്ദ്രശേഖർ ഒരു വശത്തേക്ക് ഒതുങ്ങുകയാണ് എന്നർത്ഥം. ഈ രീതിയിലുള്ള ഒരു സമവായത്തിനാണ് ഇപ്പോൾ BJPയിൽ ധാരണയായിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ അധികാരങ്ങളുള്ള ഒരു പദവിയാണ്. ആ പദവിയാണ് ഇപ്പോൾ മൂന്നായി ഭാഗിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ തന്നെ ഒരുങ്ങാനും BJP പദ്ധതിയിടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ മണ്ഡലങ്ങളിൽ, ചില മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോകാനാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് K. സുരേന്ദ്രൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ V. മുരളീധരൻ വലിയ പോരാട്ടം നടത്തുകയും ശ്രദ്ധേയമായ വോട്ട് മുന്നേറ്റം നടത്തുകയും ഒക്കെ ചെയ്ത മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങലിൽ ഇത്തവണ വിജയം നേടാമെന്നാണ് K. സുരേന്ദ്രന്റെ പ്രതീക്ഷ. പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അനൂപ് ആന്റണിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരത്ത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുമെന്ന തീരുമാനവുമുണ്ട്. എന്നാൽ സംസ്ഥാന അധ്യക്ഷൻ നിലവിൽ നേമം MLA ആണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കാൻ മുന്നിട്ടിറങ്ങുന്നതിനെതിരെ BJPയിൽ തന്നെ മുറുമുറുപ്പുണ്ട്. ഇതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഏത് തീരുമാനത്തിലെത്തുമോ എന്നറിയില്ല. പക്ഷേ നിലവിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിൽ K. സുരേന്ദ്രനും അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ അനൂപ് ആന്റണിയും മത്സരിക്കാനാണ് ധാരണയായിട്ടുള്ളത് എന്നാണ് സൂചന. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷന്റെ ഇടതും വലതും രണ്ട് നേതാക്കളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇനി സംസ്ഥാന നേതൃത്വത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നറിയില്ല. ശക്തമായ രാഷ്ട്രീയ ആരോപണങ്ങളുമായി കേരള രാഷ്ട്രീയത്തിൽ കളം നിറഞ്ഞു നിൽക്കാനാണ് BJP ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനായിട്ടാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടി അല്ലെങ്കിൽ സമ്മതത്തോടുകൂടി BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ.